ഇവിടെ 2025-ലെ ഇമോ ഹെയർ സ്റ്റൈൽ രാജവംശത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഒരു സ്ത്രീ മാഫിയ തലവിയായി പുനർജനിച്ചു. അവൾ ആദ്യം ചെയ്യുന്നത് തന്നെ തൻ്റെ സൗന്ദര്യ കാമുകനെ ഒരു മടിയും കൂടാതെ ഉപേക്ഷിക്കുക എന്നതാണ്. കാരണം അവളുടെ മുൻജന്മത്തിൽ അവൻ സംഘത്തിൻ്റെ മുഴുവൻ പണവും സ്വന്തം ജനങ്ങളെ വഞ്ചിച്ചു. അതും കൂടാതെ 32 പേരെ പതിയിരുന്ന് ആക്രമണത്തിലേക്ക് നയിച്ചു. അതുമൂലം അവളുടെ സഹോദരങ്ങൾ മരിച്ചുപോയി. കുറ്റബോധം അവളെ തളർത്തു കഴിഞ്ഞു. ഒടുവിൽ അവൾ അവരെ പിന്തുടർന്ന് മരണാന്തര ജീവിതത്തിലേക്ക് പോയി. ഭാഗ്യവശാൽ സ്വർഗ്ഗക്കാരനെന്ന ദൈവം അവളെ 20 വർഷങ്ങൾക്ക് മുന്നേ പുനർജനിച്ചു. തെരുവുകളിൽ പീക്ക് ഇമോ 32 പേരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ മരിച്ചിരുന്ന സഹോദരന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണുന്നത് അവളെ കരയിപ്പിച്ചു. ഒരിക്കൽ അവൾക്കായിട്ട് ഒരു കത്തിയെടുത്ത അവളുടെ അനിയനെ ഓർത്തു. അവൾ ഓടിച്ചെന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞു. ചരിത്രം ആവർത്തിക്കുന്നത് തടയാൻ ഇനി 32 ആക്രമജീവിതം നയിക്കില്ലെന്ന് അവൾ സത്യം ചെയ്യിപ്പിച്ചു. അവളുടെ സഹോദരന്മാർക്ക് നല്ല രീതിയിൽ സത്യസന്ധമായി ജീവിപ്പിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷെ അവൾ അവരുടെ ഇമോ 32 ഹെയർ സ്റ്റൈലുകൾ നോക്കി മുടി മുറിക്കേണ്ട അടിയന്തരാവസ്ഥയാണെന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുകയാണ്. പക്ഷേ സലൂണിൽ പുറത്ത് അവർ കാണുന്നത് 32 പേരടങ്ങുന്ന ഒരു സംഘം വെളുത്ത മുടിയുള്ളൊരു പയ്യനെ ഉപദ്രവിക്കുന്നത് കണ്ടു. അവരെ തടയാനായി അവൾ ഓടിയെത്തി. എന്നിട്ട് 32 ആൺകുട്ടിയോട് ക്ഷമ ചോദിക്കാനായി അവരോട് പറഞ്ഞു. അവൾക്കൊപ്പം അവരെക്കാട്ടും എണ്ണം കൂടുതലാണെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി. അവർ ക്ഷമ ചോദിച്ചിട്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. വെളുത്ത മുടിയുള്ള പയ്യനെ നോക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ അവളുടെ സുഹൃത്തിൻ്റെ മകനെ പോലെ കാണുകയാണ്. ഒരു ലളിതമായ സൽക്കർമ്മത്തിന് ഒരാളുടെ മുഴുവൻ വിധിയും മാറ്റാൻ കഴിയുമെന്ന് അവൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അവൾ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല. പക്ഷേ വെളുത്ത മുടിയുള്ള പയ്യൻ അവളിൽ ഇതിനകം തന്നെ ആരാധന കൂടി. താമസിയാതെ അവളുടെ സഹോദരന്മാർ സലൂണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പൂർണ്ണമായും രൂപാന്തരപ്പെട്ടു. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ട്രെൻഡിങ് ദേവത പോലെ അവൾ പുറത്തിറങ്ങി. അത് കണ്ട നിന്നവർ മുഴുവൻ ഞെട്ടിത്തരിച്ചു. അവരുടെ ബോസ് വെറും ശക്തനാണെന്ന് അവർക്ക് പോലും മനസ്സിലായില്ല. പക്ഷേ അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു സൈന്യവുമായി കുറച്ച് പേരെത്തുന്നത്. അവരുടെ പ്രദേശങ്ങളിൽ കയ്യേറിയതിന് അവർക്ക് നല്ല ദേഷ്യമുണ്ട്. അതിനാൽ നീതി ആവശ്യപ്പെട്ടാണ് അവർ വന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലൊരാൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട്, നീ വീട്ടിൽ പോയി ഒരു വീട്ടമ്മയാകാൻ പറയുകയാണ്.